ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വർഷം വരാൻ പോകുന്ന ഒരു ഹൈപ്പുള്ള ഒരു വലിയൊരു പടം തന്നെയാണ് നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എന്നുള്ള ഈ ഒരു പടം. അപ്പം ഈ ഒരു മൂവിനെ ബേസ് ചെയ്തിട്ട് രണ്ട് കുട്ടി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ റിലീസ് ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഈ ഒരു പടത്തിൻ്റെ മലയാളം ഡബ്ഡ് വർഷം വരുന്നുണ്ടെന്നുള്ള രീതിയിൽ ചെറിയൊരു റൂമർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് അപ്ഡേറ്റിലോട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ട്രെയിലർ വന്ന സമയത്ത് അതിനകത്ത് കൊടുത്തിരുന്നത് ഈ വർഷം ഏപ്രിൽ 12-നായിരിക്കും ഈ ഒരു പടം വേൾഡ് വൈഡ് റിലീസ് ആകാൻ പോകുന്നതെന്നാണ് നമുക്ക് ആദ്യം WBയുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഒരു WBയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഈ ഒരു പടത്തിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി ഒരാഴ്ച മുന്നേ ആക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് 28-ാം തീയതി ആയിരിക്കും ഈ ഒരു പടം ഫുള്ള്, അതായത് വേൾഡ് വൈഡായിട്ട് റിലീസാക്കാൻ പോകുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അതായത് ഒറിജിനൽ റിലീസിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പെയാണ് ഇപ്പം അവർ ഇറക്കാനും പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ഹൈപ്പും കാര്യങ്ങളും ഉള്ളൊരു കിടിലം പടം കൂടെ തന്നെയാണ് നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വലിയ അപ്ഡേറ്റ് ഒന്നുമില്ല. അതായത് നമ്മുടെ ഹോളിവുഡ് മൂവീസും സീരീസൊക്കെ മലയാളം ഡബ്ഡ് വെർഷൻ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടി അപ്ഡേറ്റ് വീഡിയോ മാത്രമാണ്. അപ്പോൾ എന്തായാലും സംഭവം നോക്കുകയാണെങ്കിൽ മറ്റൊരു യൂട്യൂബ് ചാനലിൽ കേട്ടൊരു സംഭവമാണ്. അതായത് ഈ ഒരു പടം ഒഫീഷ്യലി മലയാളം ഡബ്ഡ് വെർഷൻ തിയേറ്റർ റിലീസിൽ വരുന്നുണ്ടെന്നുള്ള രീതിയിലൊരു റൂമർ ഇപ്പം ആ ഒരു ചാനലിൽ പറയുന്നുണ്ട്. അത് കൺഫേം ആണെന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. ഞാനിത് പലയിടത്തും പോയി സെർച്ച് ചെയ്തൊക്കെ നോക്കിയെങ്കിലും ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്നുള്ള രീതിയിൽ 4 ലാംഗ്വേജാണ് ഇതുവരെ, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നിടം വരെ കൺഫേം ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറയാനൊക്കെ റിലീസ് ഡേറ്റ് ചേഞ്ച് ചെയ്തതിൻ്റെ ആ ഒരു സംഭവം എല്ലാവരും അറിയിക്കാൻ വേണ്ടി ഇനി ഒരു പുതിയ ട്രെയിലർ എന്തായാലും വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിൽ കൂടെ ഇന്ത്യയുടെ മലയാളത്തിൻ്റെ കന്നഡയുടെ കാര്യമൊക്കെ ഇനി അനൗൺസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. ചിലപ്പം വരാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഒരു ഹൈപ്പുള്ളൊരു പടം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ മൾട്ടി ലാംഗ്വേജിൽ അധികം ഒരു റിലീസ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഇതിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ സോണിയുടെ സ്പൈഡർമാൻ അക്രോസ് സ്പൈഡർവേഴ്സ് എന്നുള്ള മൂവി ഒത്തിരി 10 ലാംഗ്വേജ്, ഇന്ത്യൻ 10 ലാംഗ്വേജിൽ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻ ഒരു പടത്തിന് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അവതാർ വേ ഓഫ് വാട്ടർ എന്നുള്ള പടവും മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, നല്ല കളക്ഷനും കിട്ടിയതുമാണ്. അപ്പം ആ ഒരു സംഭവം ഇവിടെ നോക്കാൻ നല്ല സാധ്യതയുണ്ട്. മലയാളം വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും കൺഫേം ഒന്നുമില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. നെക്സ്റ്റ് ഒരു ട്രെയിലർ വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും പറ്റൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോഡ്സില എക്സ് കോങ് എന്നുള്ള ഒരു മൂവി മലയാളം ഡബ്ഡ് വർഷം വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റിയുടെ കാര്യം നമുക്കറിയത്തില്ല. കാരണം WB ഇതിന് മുമ്പ് തിയേറ്ററിക്കൽ റിലീസിന് മലയാളം കൊണ്ടുവന്നിട്ടില്ല, എൻ്റെ അറിവിൽ കൊണ്ടുവന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. പക്ഷേ നമ്മുടെ ആമസോൺ പ്രൈമിൽ വന്ന സമയത്ത് OTT റിലീസ് സമയത്ത് മലയാളം ഡബ്ഡ് വർഷം വന്നിട്ടുണ്ട്. അതും 2 മൂവിയുടേത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ദ ബാറ്റ്മാൻ എന്നുള്ള മൂവി, അതിന് ശേഷം ഡ്യൂൺ എന്നുള്ള മൂവിയും ഡബ്ബ് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആമസോൺ ആയതുകൊണ്ട് നല്ല രീതിക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ അവർ ഡബ്ബും ചെയ്തിട്ടുണ്ട്. തിയേറ്ററിക്കൽ റിലീസിൽ വരുമ്പോൾ അത് ഏത് കോലമാവും നമുക്കറിയത്തില്ല, വെയിറ്റ് ചെയ്തിരിക്കാം. മിക്കവാറും തിയേറ്റർ റിലീസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. ആദ്യം വരുമില്ല എന്നുള്ള കാര്യം കൺഫേം ആയതിനു ശേഷം നമുക്ക് ബാക്കി ഇതിനകത്തോട്ടൊക്കെ ചിന്തിച്ചാൽ മതി. അപ്പം ആരൊക്കെ മലയാളം ഡബ്ഡ് വെർഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന കാര്യം കൂടെ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ ബെല്ലൈക്കണും കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നാൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.